സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി വരും. എന്നാൽ UDF തികഞ്ഞ പ്രതീക്ഷയിലിരിക്കുമ്പോഴും കോൺഗ്രസിൽ വലിയ ഭിന്നതകൾ രൂപം കൊള്ളുന്നു. വലിയ ഒരു അഗ്നിപർവ്വതം തന്നെയാണ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി അവിടെ പുകയുന്നത് എന്നുള്ളതാണ് വാർത്തകൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സൂചനകൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രമുഖരായ 3 കോൺഗ്രസ് നേതാക്കൾ തയ്യാറായി നിൽക്കുന്നു. അതിൽ പ്രതിപക്ഷ നേതാവായ VD സതീശനും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലുമാണ് ഈ സ്ഥാനത്തേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും മത്സരിക്കുന്നത് എന്നുള്ളൊരു ചിത്രമായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രസ്താവനകൾ, പ്രചരണങ്ങൾ എല്ലാം പിൻവലിക്കണം, ഒരു തരത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കരുത്, പ്രവർത്തകർക്കും അണികൾക്കും കോൺഗ്രസ് പാർട്ടി അനുഭാവികൾക്കും ഒരു തരത്തിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കേർപ്പെടുത്തി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കൂടുതൽ അവകാശവാദം ഉന്നയിച്ച് നിൽക്കുന്ന കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്ന AICC വക്താവായ KC വേണുഗോപാലിനെ 2026-27 പാർലമെന്ററി പബ്ലിക് അക്കൗണ്ട്സിലേക്ക് അതിന്റെ ചെയർമാനായി നിയോഗിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പദവി തന്നെയാണ്. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സിന്റെ ചെയർമാനായി, അതായത് PACയുടെ ചെയർമാനായി KC വേണുഗോപാലിനെ നിയോഗിച്ചിരിക്കുന്നു. സാർ ഒന്നുകൂടി പറയട്ടെ, ഈ സ്ഥാനത്തേക്ക് വരുന്ന 4ാമത്തെ മലയാളിയാണ് KC വേണുഗോപാൽ. ഇതിനു മുമ്പ് ജോൺ മത്തായി, പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ വലങ്കയും ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന CM സ്റ്റീഫൻ, പിന്നീട് ആദ്യം കോൺഗ്രസിലും പിന്നീട് കോൺഗ്രസ് വിട്ടുപോവുകയും ചെയ്ത് KV തോമസ്. ഇപ്പോൾ 4ാമത്തെ മലയാളിയായി KC വേണുഗോപാൽ ആ സ്ഥാനത്തേക്ക് എത്തുന്നു. PAC എന്ന് പറഞ്ഞാൽ 22 വർക്കിംഗ് മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. അതിന്റെ അധ്യക്ഷനായി KC വേണുഗോപാലിനെ നിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി വാക്ക് തർക്കങ്ങളിൽ നിന്നും KC വേണുഗോപാലിനെ മാറ്റി നിർത്തുവാൻ വേണ്ടി കേന്ദ്രം ഒരു പണി വെച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എഴുന്നേക്കാനും കുനിയാനും നടക്കാനും വയ്യാത്ത ഒരാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളത്. മറ്റൊരാളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ആ LDFൽ അല്ലെങ്കിൽ CPMൽ അധികാരമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുറത്താണ് എന്നുള്ളതാണ് സത്യം. അതായത് ഒരാളെ ജനാധിപത്യപരമായി നമുക്ക് നേതാവായി ഇന്ന ആള് വരുന്നതാണ് നല്ലത് എന്ന് പറയാൻ CPMൽ അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ ആള് പുറത്താണ്, സ്വാതന്ത്ര്യമില്ല. അതിനുള്ളിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്താണ്, അയാൾ വർഗവഞ്ചകനായി മാറും, വെട്ടിമാറ്റും. പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് നമ്മുടെ ശങ്കരാടി പറഞ്ഞ പോലെ ഏതെങ്കിലും പെണ്ണ് കേസിലൊക്കെ പെടുത്തി അയാളെ ഉൾപ്പെടുത്തി അവസാനിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല, UDFൽ അങ്ങനെയല്ല. അതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ജനാധിപത്യ രീതിയിൽ നടക്കുന്നത്. ആ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഓരോരുത്തരുടെ മികവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റൊരു കള്ളന്മാരാണ് എന്ന് പറയുന്നില്ല. അവര് കഴിവുള്ളവരാണ്, അത് കഴിവുള്ളതുകൊണ്ട് കൊടുക്കണം എന്നല്ലേ പറയുന്നുള്ളൂ. രമേശ് ചെന്നിത്തല കഴിവുള്ളവരും പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, കഴിവുള്ള ആളാണെന്ന് പറയുന്നു. അതേപോലെ വേണുഗോപാൽ മുമ്പത്തെ മന്ത്രിയാണ്, ഡൽഹിയിൽ പോയിട്ട് മന്ത്രിയായിട്ടുള്ള ആളാണ്. അതേപോലെ അവിടെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിന്റെ കൂടെ പ്രവർത്തിക്കാനുള്ള വലങ്കയും അതേപോലെ അദ്ദേഹത്തെ നയിക്കുന്ന ഒരാളാണ്. പിന്നിൽ നിന്നുകൊണ്ട് വേണ്ട ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഇപ്പോൾ JBCയുടെ ചെയർമാനാക്കി മാറ്റിയിരിക്കുന്നതിനോടുകൂടി അദ്ദേഹം ഇനിയിപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചയിൽ വരുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കഴിവുള്ള ആൾക്കാരാണ് നയിക്കാനുള്ളത് UDFല്. അപ്പൊ അതിൽ ആദ്യത്തെ ആള് എന്തായാലും ഏറ്റവും അധികം സ്വാധീനമുള്ള, ഡൽഹിയിലൊക്കെ സ്വാധീനമുള്ള രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും അതേപോലെ സോണിയാഗാന്ധിനെയും വലങ്കയായി നിൽക്കുന്ന നമ്മുടെ മലയാളിയായ അഭിമാനമായിട്ടുള്ള വേണുഗോപാൽ അങ്ങോട്ട് മാറി. അപ്പൊ ഇനി 2 പേരാണുള്ളത്. ഈ 2 പേര് ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത് കൃത്യമായിട്ട് ഹൈക്കമാൻഡിന് സിഗ്നൽ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മുസ്ലിം ലീഗ് പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവിടെ കേരളത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം നീങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മുസ്ലിം ലീഗിനെ അസംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും
മുന്നണിയിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. കാരണം മുസ്ലിം ലീഗിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ലക്ഷങ്ങളുടെ വോട്ടിന്, അതായത് 5 ലക്ഷം വോട്ടിനൊക്കെ 4 ലക്ഷം 5 ലക്ഷം വോട്ടിനൊക്കെ വയനാട് മലപ്പുറം ഏരിയയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയിച്ചു പോയിട്ടുള്ളത്. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പ്രധാന ഘടകമാണ്. മാത്രമല്ല അവരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഭരണം നിലനിൽക്കുന്ന അവസ്ഥയല്ല. അല്ലെങ്കിൽ അത്രയ്ക്കും 100-ൽ പരം സീറ്റിലൂടെ UDF അധികാരത്തിൽ വരണം. UDF അത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും VD സതീശന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അത്ര വിജയിക്കാൻ കാരണമായതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാൻ പോലും അവകാശമില്ലാതെ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കും. പക്ഷേ സാറേ, മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് KC വേണുഗോപാൽ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിച്ചില്ല. പക്ഷെ ചില MP-മാരായിരുന്ന ആളുകൾക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള ചില ധാരണകളുണ്ടായിരുന്നു, താല്പര്യങ്ങളുണ്ടായിരുന്നു. കണ്ണൂരിലെ സിംഹം എന്ന് പറയുന്ന കോൺഗ്രസിലെ തലമുതിർന്ന നേതാവായ K. സുധാകരൻ അതിനുവേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. അവസാനം AK ആന്റണി ഉൾപ്പെടെയുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷമാണ് K. സുധാകരൻ അതിൽ നിന്ന് പിൻവലിഞ്ഞത് എന്ന് കേൾക്കുന്നു. അടൂർ പ്രകാശനും ഇതുപോലെ SNDP നേതൃത്വത്തെ ശിവഗിരി മഠത്തെ സ്വാധീനിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുകയുണ്ടായി എന്നറിഞ്ഞു. ഇതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ച ചാലക ശക്തിയായി നിന്നത് KC വേണുഗോപാലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴത്തെ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. UDFന്റെ നിലനിൽപ്പിനും കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനും. അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം തെരഞ്ഞെടുത്ത് നിർത്തുന്ന അവസരത്തിൽ പോലും KC വേണുഗോപാൽ തൻ്റെ ക്യാമ്പിലുള്ള ആളുകളെ പലയിടങ്ങളും വിന്യസിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ PACയുടെ ചെയർമാനായി പോയി, അല്ലെങ്കിൽ അവിടെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒരു മത്സരം അവർക്കിടയിൽ വരികയാണെങ്കിൽ തീർച്ചയായും KC വേണുഗോപാലിന്റെ സ്വാധീനം നിർണായകമായിരിക്കും എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം KC വേണുഗോപാൽ ക്യാമ്പില് നിയമസഭാ സാമാജികർ ധാരാളം ഉണ്ടായിരിക്കും. അദ്ദേഹം നിർത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായ ആളുകൾ ജയിച്ചു വരികയാണെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകാരം മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നൊരു ചോദ്യം വരുമ്പോൾ അവര് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൈവോക്കുന്നത് KC വേണുഗോപാലിന് വേണ്ടിയാണെങ്കിൽ KC വേണുഗോപാൽ നിർദ്ദേശിക്കുന്ന ആൾക്ക് ഈ മുഖ്യമന്ത്രി പദം കൈമാറാൻ ഒരു സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതും ചോദ്യം തന്നെയല്ലേ? അല്ല, അത്തരം ചോദ്യങ്ങൾ പ്രസക്തമായതാണെങ്കിലും ഇവിടെ വരാൻ പോകുന്ന കാര്യം എന്താണ്? ഇവിടെ വരാൻ പോകുന്ന കാര്യം ലീഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ കക്ഷി ഇല്ല എങ്കിൽ UDFന് നിലനിൽപ്പില്ല. അപ്പം ലീഗിന്റെ ഒപ്പീനിയൻ പരസ്യമായി തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ആ കൃത്യമായിട്ട് തന്നെ VD സതീശന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത്. അല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സാറ് പറഞ്ഞതുപോലെ പറയാതെ കൃത്യമായി വ്യക്തമാക്കി ആർക്കാണ് ജനകീയ സ്വീകാര്യത, ലീഗ് അതിൻ്റെ ഒപ്പമാണെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ VD സതീശനുമായിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് നല്ല ബന്ധത്തിലാണ്. മാത്രമല്ല പുതിയുഗ യാത്ര വന്നപ്പോൾ ഇന്ന് വരെ കാണാത്ത ജനപ്രളയമായിരുന്നു മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവരുടെ ഏരിയയിലെല്ലാം തന്നെ. അവരുടെ എവിടെയൊക്കെ ശക്തി ഉണ്ടോ, കാസർഗോഡായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണൂരായാലും മലപ്പുറം കോഴിക്കോടായാലും വയനാടായാലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ജനപിന്തുണയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ജനപിന്തുണ നേടി ഉണ്ടാക്കിയത് ഒരു ദിവസം കൊണ്ടല്ല, മാസങ്ങൾ 5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് നിരാശരായ UDF പ്രവർത്തകരെ ധൈര്യം കൊടുത്ത് പ്രവർത്തിപ്പിച്ച് നമുക്ക് നേടാൻ പറ്റും. അങ്ങനെ ചെയ്ത് കാണിച്ച് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരിലും പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലും എല്ലാം മാതൃകയായി നേതൃത്വം കൊടുത്തതാണ് VD സതീശൻ. അങ്ങനെ അങ്ങനെ അവസാനത്തെ ഒരു ഫൈനലിലാണ് ഇത് എത്തിയിരിക്കുന്നത്. ഫൈനലിൽ അദ്ദേഹത്തെ തള്ളാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം രമേശ് ചെന്നിത്തല മോശക്കാരനെന്നല്ല. അദ്ദേഹം 5 വർഷം ഇവിടെ പ്രതിപക്ഷ നേതാവ് രൂപത്തിൽ നല്ല ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു. ആഭ്യന്തരമന്ത്രി ആകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത് ജനങ്ങളെ സംഘടിപ്പിക്കുന്ന, ജനങ്ങളെ കൂടെ നിർത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അപ്പൊ അത് നടത്തിയ ആരാണോ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് സത്യസന്ധമായി സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ളത്. അതിന് എന്തെങ്കിലും തടയിടാൻ മറ്റാർക്കും കഴിയുമോ എന്നുള്ള പ്രയാസമാണ്. അവരുടെ പിന്തുണയില്ലെങ്കിൽ നാളത്തേക്ക് അത് വലിയ പ്രശ്നങ്ങൾ കാരണമായി തീരും. അപ്പൊ രമേശ് ചെന്നിത്തല അതിനകത്ത് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തുകൊണ്ട്
അതിന് തയ്യാറാവും ഹൈക്കമാൻഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം രേവന്ത് റെഡ്ഡി ഇവിടെ തെലങ്കാനയിൽ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തിന് മുമ്പ് എന്തെങ്കിലും സ്ഥാനമുണ്ടായിരുന്നു. പുതിയ ഒരാളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് തെലങ്കാന പിടിച്ചടക്കി. അങ്ങനെ തെലങ്കാനയിൽ ഇങ്ങനെ അട്ടിമറി വിജയം ഉണ്ടാകുന്ന ആരും സ്വപ്നത്തിൽ കണ്ടതല്ല. അവിടെ ഉണ്ടായിരുന്ന അവിടത്തുള്ള അവിടെ ഭരിച്ചിരുന്ന ഭരണം മൊത്തത്തിൽ അട്ടിമറിച്ചിട്ടാണ് ആര് വന്നത്? അധികാരത്തിൽ വന്നത്. അപ്പം കേരളത്തിൽ അതേപോലെ കൊണ്ടുവന്ന ഒരാളെ ഹൈക്കമാൻഡ് തള്ളുകയില്ല. മാത്രമല്ല ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന് ഹൈക്കമാൻഡ് പൂർണ്ണ ബോധ്യവുമാണ്. തന്നെയല്ല സാർ, ഇവിടെ ഇപ്പോൾ സാർ പറഞ്ഞത് തന്നെ വളരെ പ്രസക്തമാണ്. കാരണം ഇത്തരം തീരുമാനങ്ങൾ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഹൈക്കമാൻഡ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സമീപനം കൈക്കൊള്ളുകയാണെങ്കിൽ കേരളത്തിൽ UDF എന്ന സംവിധാനത്തിന് അത് വല്ലാതെ ഉലച്ചിൽ തട്ടുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം അധികാരമില്ലാതെ പുറത്തു നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഇതുപോലെ ഇനി അധികാരമില്ലാതെ നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള അന്തർചിത്രങ്ങളുണ്ട്. കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ UDF എന്ന സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടാവും. അവർ മറുകണ്ഠം ചാടാനുള്ള സാധ്യതകൾ ഏറെയാണ്. UDF സംവിധാനം തകരുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് വീണ്ടും തിരിച്ചു വരാനുള്ള യാതൊരു സാധ്യതകളും കേരളത്തിലില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ആത്മഹത്യാപരമായ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി തർക്കത്തിലേക്ക് ഈ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? മാത്രമല്ല അത് ഹൈക്കമാൻഡ് അങ്ങനെ പോവില്ല. മാത്രമല്ല രമേശ് ചെന്നിത്തല അത്തരം തീരുമാനത്തിന് പോവില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. രമേശ് ചെന്നിത്തല സ്വാഭാവികമായിട്ടും VD സതീഷിനോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ കോൺഗ്രസിനെ ഒത്തുരമിച്ച് മുന്നോട്ട് പോകാനേ തയ്യാറുള്ളൂ. കാരണം 10 വർഷം അധികാരമില്ലാത്ത സ്ഥലത്താണ് VD സതീഷിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്ന് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം അങ്ങനെ ഒരു പിടിവാശി കാണിക്കുമെന്നുള്ളത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ, പ്രത്യേകിച്ചും വേണുഗോപാൽ മാറിയോട് കൂടിയിട്ട് പിന്നെ അടുത്തത് രമേശ് ചെന്നിത്തലയും VD സതീശനാണ്. അതിൽ VD സതീശൻ വേറെ മുൻപിലാണെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും കാണിക്കുന്നത്. ജനപിന്തുണയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന VD സതീശനെ തടഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. പ്രത്യേകിച്ചും KC വേണുഗോപാലിന്റെ പിന്തുണയോടെ MLA ഭൂരിപക്ഷം പേരുടെയും പിന്തുണയുണ്ടാവും. രമേശ് ചെന്നിത്തലയും കുറെ പിന്തുണയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിലുപരിയായിട്ടുള്ള ജനപിന്തുണ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മുമ്പ് VS അച്യുതാനന്ദനെ വെട്ടിമാറ്റി പിണറായി വിജയനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് 2006 പരാജയപ്പെട്ട പോലെ കേരളത്തിൽ അത് പരാജയപ്പെടാനേ സാധ്യതയുള്ളൂ. ജനങ്ങൾ അത്രയും വയലന്റ് ആയി തീരും. അതിന് എന്തായാലും ഡൽഹിയിലെ ഹൈക്കമാൻഡ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വലിയ ഭവിഷ്യത്ത് കേരളത്തിലുണ്ടാകും. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. കാരണം VD സതീശന്റെ സ്ഥാനം അദ്ദേഹം വായോട് പറഞ്ഞുണ്ടായതല്ല, പ്രവൃത്തിയിലൂടെ നേടിയിട്ടില്ല. നിലപാട് മാത്രമല്ല അദ്ദേഹം ഓരോ ഘട്ടത്തിൽ അത് വിജയിപ്പിച്ച് പാർട്ടിയെ ഭരണത്തിലെത്തിക്കാനുള്ള സംവിധാനത്തിൽ എത്തിച്ച ആളാണ്. പ്രവർത്തന ശൈലിയിലൂടെ പടിപടിയായിട്ട് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ മുന്നോട്ട് നയിച്ചു, അധികാര കേന്ദ്രത്തിലേക്ക് നയിച്ചു എന്നുള്ളത് VD സതീശൻ. അതാണ് ഏറ്റവും പ്രധാനം. നിലപാടുകൾ ഉണ്ട്, നിലപാടുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. നിലപാടുകൾ രാജകുമാരൻ എല്ലാവരും വിളിക്കുന്നതിന് കാരണം അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിന്റെ ഭാഗ്യമാണ്. അപ്പൊ അത് നിഷ്പക്ഷരായ കേരളത്തിലെ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സാധാരണക്കാരും BJPയിലുള്ള സാധാരണക്കാർ പോലും രമേശ് ചെന്നിത്തലയെ എല്ലാം VD സതീശൻ ആ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു നേതാവ് നമ്മുടെ പാർട്ടിയിൽ ഇല്ലല്ലോ എന്ന് വിലപിക്കുകയാണ്. ആ VD സതീശന്റെ നേതൃത്വ പാഠവും അതേപോലെ അദ്ദേഹത്തിന്റെ ശൈലികളും നിലപാടുകളുമാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നത്, എല്ലാവരും അംഗീകരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്? രമേശ് ചെന്നിത്തല ഉണ്ടായിട്ടും അദ്ദേഹത്തെ മറികടന്ന് അതിൽ വലിയ വിഷമങ്ങൾ ആർക്കുണ്ടായിരുന്നു? രമേശ് ചെന്നിത്തലയ്ക്ക്. അതിനെ മറികടന്നിട്ടില്ലേ VD സതീശനെ കൊണ്ടുവന്നത്? VD സതീശനും K സുധാകരനും ആ സമയത്ത് അവിടെ വരുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കൊണ്ട് തട്ടിമാറ്റുന്ന പരിപാടി രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യം എൻ്റെ അടുത്ത് ചാണ്ടിയമ്മൻ സൂചിപ്പിക്കുകയുണ്ടായി. VD സതീശന്റെ ജനപിന്തുണ വലിയ തോതിലാണെന്നും അതേപോലെ അവിടെ പുതുപ്പള്ളിയിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് നേതൃത്വം കൊടുത്തത് VD സതീശനാണെന്നും അതിന്റെ വിജയമാണ് അന്ന് അത്രയും വലിയ വിജയം ഉണ്ടായതെന്നും കൂടി അദ്ദേഹം പറയുണ്ടായി. ചാണ്ടിയുമ്മനും രാഹുൽ ഗാന്ധിയും തമ്മിൽ കേരളത്തിലെ ഏറ്റവും അടുപ്പമുള്ള 2 നേതാക്കന്മാരാണ്. രാഹുൽ ഗാന്ധിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ആർക്കാണെന്ന് വെച്ചാൽ കേരളത്തിൽ ചാണ്ടിയുമ്മനാണ്. അതാണ് സൈക്കിളിൽ പോലും അന്ന് അവിടെ വന്ന് ഒരുമിച്ച് യാത്ര ചെയ്തവര് പ്രചരണത്തിന് വേണ്ടിയിട്ട്. അല്ല വേറൊരു നേതാവിന്റെ കൂടെ അങ്ങനെ സൈക്കിൾ ചവിട്ടി യാത്ര ചെയ്യാനും അവിടെ പ്രചരണത്തിനും നീങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതിന്റെ സത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ 4-ാം തീയതി കഴിഞ്ഞാൽ
കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഒരു തർക്കം ഉണ്ടാവില്ല. KC വേണുഗോപാലിന് വലിയ ചുമതലകൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, കണ്ടറിയാം.